നമ്മുടെ ചാനൽ ലോക ബേസ്ഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റ് ടോപ്പിക്സുകളിലൊന്ന് നിഷാന്ത് സാഗറിൻ്റെ ക്യാരക്ടറായ പ്രകാശിനെ കുറിച്ചിട്ടാണ്. മൂത്തോൻ്റെ വലങ്കയായ ഈ ക്യാരക്ടർ വളരെയധികം മിസ്റ്റീരിയസ് ആണ്. അതേപോലെ തന്നെ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നിഷാന്ത് സാഗർ അഭിനയിച്ച കള്ളിയങ്കാട്ട് നിധി ബേസ്ഡ് ഫിലിമായ ഇന്ദ്രിയത്തിലെ വിഷ്വൽസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രകാശ് എന്ന ലോക യൂണിവേഴ്സിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും അതേപോലെ ഇന്ദ്രിയ മൂവി എങ്ങനെയായിരിക്കാം ഈ ഒരു സിനിമയ്ക്കും ഫ്യൂച്ചർ ലോക സിനിമകൾക്കും ഇൻസ്പിറേഷൻ ആയതും അതിൻ്റെ കണക്ഷൻസ് എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഷോർട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനാഥൻ ചെങ്ങന്നൂർ. 2000 ഇന്ദ്രിയം സിനിമ റിലീസാവുന്നത്. ഈ ഒരു സിനിമയിൽ കള്ളിയങ്കാട്ട് നീലിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വാണി വിശ്വനാഥാണ്. ഇന്ദ്രിയത്തിലും ലോകയിലുമുള്ളൊരു കോമൺ ഫാക്ടർ നീലിയുടെ ബാക്ക് സ്റ്റോറി പറയുന്നത് ഇരുവരും ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാരായിട്ടാണ് എന്നുള്ളതാണ്. നീലിക്കൊരു ലവറുണ്ട്, ഉദയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചിയാൻ വിക്രമാണ്. ചിയാൻ വിക്രത്തിൻ്റെ അവസാനത്തെ മലയാള സിനിമയാണ് ഇന്ദ്രിയം. അപ്പോൾ ഇവരുടെ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് രാജാവ് വരികയാണ്. രാജാവായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ദേവ്ജിയാണ്. രാജാവിന് നീലിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നീലിയുടെ കുറച്ച് പെയിൻറ്റിങ്ങുകൾ വരയ്ക്കാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നീലിയെ മുതുവന്മല കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ രാജാവ് നീലിയുടെ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നീലിയോട് രാജാവിന് ഒരു അഫെക്ഷൻ തോന്നുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ ഒരു പെയിൻറ്റിങ് ഫിനിഷ് ആക്കാൻ രാജാവിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് നീലിയെ കാണാൻ ഒളിച്ച് വിക്രത്തിൻ്റെ ഉദയ ക്യാരക്ടർ കൊട്ടാരത്തിനകത്ത് കയറുന്നത്. ഇത് കണ്ടെത്തിയ രാജാവ് ഉദയയും നീലിയും കൊല്ലുന്നു. അങ്ങനെ നീലി അകാലത്തിൽ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ആത്മാവ് റിവെഞ്ചിനായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഈ ഒരു ആത്മാവിനെ അവസാനം ഒരു മരത്തിൽ ആണിയടിച്ച് തളയ്ക്കുന്നു. അങ്ങനെ പതിറ്റാണ്ടുകൾ കടന്നുപോയി. അതിനുശേഷം ഒരു കൂട്ടം കോളേജ് സ്റ്റുഡൻസ് മുതുവന്മല കാട്ടിലേക്ക് പോകുന്നു. ഈ ഒരു കോളേജ് സ്റ്റുഡൻസ് പഠിക്കുന്നത് ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിയുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറിൻ്റെ ഒക്കെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. ട്രൈബൽ ലൈഫ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മുതുവന്മലയിലേക്ക് പോകുന്നത്. ആൻഡ് ഇവരുടെ കൂട്ടത്തിലെ ബോബൻ ആലുമോട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹരിവർമ്മ എന്ന ക്യാരക്ടർ നേരത്തെ പറഞ്ഞ രാജാവിൻ്റെ ലിനിയേജിൽ പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആ ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ചിട്ട് പഴയ ഒരു അൺഫിനിഷ്ഡ് പെയിൻറ്റിങ് ഇവർ കണ്ടുപിടിക്കുന്നു. ആൻഡ് ഹരിവർമ്മ ഇത് കംപ്ലീറ്റ് ആക്കുന്നു. ഈ ഒരു സ്റ്റുഡൻസിൽ പെടുന്ന ക്യാരക്ടറാണ് നിഷാന്ത് സാഗറിൻ്റെ സണ്ണി. അപ്പോൾ സണ്ണി ഈ ഒരു മരത്തിലെ ആണി പിന്നീട് വലിച്ചു വരികയും ഇത് കാരണം നീലി സ്വതന്ത്രയാവുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ആ ഒരു വരച്ച പെയിൻറ്റിംഗ് ഒക്കെ കത്തി പറന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ കുറേ ഹൊറർ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം നീലി ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്റ്റുഡൻസിലെ ആമ്പിള്ളേരെയൊക്കെ അവരുടെ ലവേഴ്സായിട്ട് പ്രിറ്റൻഡ് ചെയ്ത് രൂപം മാറി വിളിച്ചു വരുത്തി കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 സ്റ്റുഡൻസൊക്കെ മരിക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ നീലിയെ വീണ്ടും തളയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നീലിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വടക്കേടത്ത് നമ്പൂതിരി ഇവർ വിളിക്കുന്നു. നീലയെ ഇല്ലാതാക്കണമെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെ വേണം. അപ്പം അങ്ങനെ ഒരാളുണ്ടായിരുന്നത് നിഷാന്ത് സാഗറിൻ്റെ സണ്ണി തന്നെയാണ്. അപ്പോൾ ഈ സണ്ണിയുടെ സഹായത്തോടു കൂടി വടക്കേടത്ത് നമ്പൂതിരി നീലിയെ ഇല്ലാതാക്കുന്നു. അവിടെയാണ് സിനിമ അവസാനിക്കുന്നതും. സോ ബേസിക്കലി പണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്ന കുറേ ഹൊറർ സിനിമകളിൽ ഒന്നായിട്ടുള്ളൊരു സിനിമയാണ്. അത്ര ഒരു ബിഗ് സിനിമയില്ല, എന്നൊരു മോശം സിനിമയില്ല. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു ഇന്ദ്രിയം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയത്തിൽ നിഷാന്ത് സാഗറിന്റെ സണ്ണി ക്യാരക്ടറിനോട് വടക്കേടത്ത് നമ്പൂതിരി പറയുന്ന ഒരു ഡയലോഗാണ്. സണ്ണി കൂർമ്മബുദ്ധി, അസാമാന്യ ധൈര്യശാലി. പക്ഷേ സൂക്ഷിക്കണം, 19 വർഷത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാവും. പക്ഷേ അവൾ മൂർച്ചയേറിയ ആയുധം പോലെയാ. ആയുധം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആ ഒരു സിനിമയിൽ കള്ളിയങ്കാട്ട് നീലിയുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഈ തുറന്നു വിട്ടു എന്നുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ക്ലോസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സണ്ണി ആയിട്ടുള്ള നിഷാന്ത് സാഗർ. ലോകയിലേക്ക് വന്നു കഴിയുമ്പോൾ കള്ളിയങ്കാട്ട് നീലി അഥവാ ചന്ദ്രയെ ടേക്ക് കെയർ ചെയ്യുന്ന മൂത്തോന്റെ വലങ്കയായിട്ടാണ് നിഷാന്ത് സാഗറിന്റെ പ്രകാശ് എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഈ ക്യാരക്ടർ നെയിമാണ്. ഇന്ദ്രിയത്തിൽ സണ്ണി എന്നാണ് നിഷാന്ത് സാഗറിന്റെ ക്യാരക്ടറിന്റെ പേര്. ഈ ഒരു ക്യാരക്ടറാണ് നീലിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ആ സ്റ്റുഡൻസ് നിൽക്കുന്നത്. കാരണം സണ്ണിയാണ് ഇതിനെ തുറന്നു വിട്ടത്. അതേപോലെ ഏറ്റവും അവസാനം ഈ ഒരു നീലിയെ ഇല്ലാതാക്കാനും സണ്ണിയെ തന്നെയാണ് വടക്കേടത്ത് നമ്പൂതിരിക്ക് വേണ്ടിയിരുന്നത്. ലോകയിലേക്ക് വന്നു കഴിഞ്ഞാൽ നസ്ലന്റെ ക്യാരക്ടറാണ് സണ്ണി. ഒരിക്കലും ആ ഒരു പേര് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് റെഫറൻസ് ആയിട്ട് ഇട്ടു എന്ന് പറയുകയല്ല. മേ ബി ഒരു ചാൻസ് ഉണ്ടായേക്കാം. പക്ഷേ സണ്ണി എന്ന് പറയുന്ന ഒരു പേര് തന്നെ ചന്ദ്രയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ്. സൺ ആൻഡ് മൂൺ, അതാണ് അവർ ആ നെയിംസിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് ആദ്യമേ മനസ്സിലായത്. അതിൻ്റെ കൂടെ ഡൊമിനിക്കരും ചെയ്തപ്പോൾ അറിഞ്ഞോ അറിയാതെ വന്നുപോയൊരു റെഫറൻസ് ആയിരിക്കാം ഈ പറഞ്ഞ ഇന്ദ്രിയത്തിലെ സണ്ണി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. കുറേ പേര് ഇത് വെച്ചിട്ട് ഇത് യൂണിവേഴ്സ് ആവുമോ എന്നൊക്കെ ചില സ്പെക്കുലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിനകത്തൊരു എൻ്റയർ ഡിഫറൻറ്റ് കള്ളിയങ്കാട്ട് നീലി സ്റ്റോറിയാണ് പറയുന്നത്. കുറച്ച് സിമിലാരിറ്റീസ് അങ്ങും ഉണ്ടെന്നേ ഉള്ളൂ. ടിപ്പിക്കൽ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള യക്ഷി ആൻഡ് റിവെഞ്ച് സ്റ്റോറി ആയിട്ട് തന്നെയാണ് ഇന്ദ്രിയത്തിലുണ്ടായിരുന്നത്. പക്ഷേ ലോകയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ടേക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ സണ്ണി എന്ന ക്യാരക്ടർ നെയിമും അതേപോലെ നിഷാന്ത് സാഗർ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് റീൽസിലൊക്കെ ഈ എഡിറ്റ് കാണുമ്പോൾ നല്ല രസമുണ്ടെന്ന് മാത്രം. ഇനി നമുക്ക് ലോക സിനിമയിൽ നിഷാന്ത് സാഗറിന്റെ ക്യാരക്ടറായ പ്രകാശിലേക്ക് വരാം. പ്രകാശിനെ നമ്മൾ 2 രീതിയിലാണ് സിനിമയിൽ കാണുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ചന്ദ്ര എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ബാംഗ്ലൂരിലുള്ള സ്റ്റേയിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാമത് എപ്പോഴും ഫോൺ കോളിലാണ് ഈ ഒരു ക്യാരക്ടർ പലപ്പോഴായിട്ട് സിനിമയിൽ വരുന്നത്.
ഇപ്പോൾ ഈ ഫോൺ കോൾ ചെയ്യുന്നതെല്ലാം ഒരു പ്രത്യേക ബേസിൽ ഇരുന്നാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു സീക്രട്ട് ബേസ് ആയിരിക്കാം. ആൻഡ് ഇവിടെ തന്നെയാണ് മൂത്തോനും ഉള്ളതെന്ന് പിന്നെ റിവീൽ ആവും. സോ മൂത്തോന്റെ സീക്രട്ട് ബേസിൽ മൂത്തോന്റെ ഓർഡേഴ്സിനനുസരിച്ചിട്ട് ചന്ദ്രയ്ക്കും മറ്റും പല കാര്യങ്ങളും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതുമെല്ലാം നിഷാന്ത് സാഗറിന്റെ പ്രകാശ് ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ മൂത്തോന്റെ ഒരു വലങ്കയാണ് ഈ ഒരു ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ പ്രകാശ് മൂത്തോന്റെ വിശ്വസ്തനും വലങ്കയും ഒക്കെയാണ്. ചന്ദ്രയ്ക്കടക്കം ഒരുപാട് പേർക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് പ്രകാശാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രകാശും ഒരു ഇമ്മോർട്ടൽ ആയിക്കൂടെ? നമുക്കറിയാം ചന്ദ്രയും മൂത്തോനും ഒക്കെ ഈ സിനിമയിൽ ഇമ്മോർട്ടൽ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂത്തോന്റെ ഇത്ര വിശ്വസ്തനായ ഒരാൾ, അപ്പോൾ ആ ഒരു വിശ്വാസ്യത നേടിയെടുക്കുന്നത് തന്നെ ഒരു 100 വർഷത്തിലായിരിക്കില്ലല്ലോ. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് കൂടെയുള്ള ഒരാളായതുകൊണ്ടായിരിക്കില്ല ഏറ്റവും അടുത്ത് നിർത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരാളെ ആയിരിക്കുമല്ലോ മൂത്തോനും വേണ്ടതല്ല. അതൊരു ഹ്യൂമൻ 100 വർഷം കഴിഞ്ഞ് മരിച്ചു പോകുന്ന ഒരാളെ ആയിരിക്കത്തില്ലോ വേണ്ടത്, എല്ലാ കാലവും കൂടെ നിൽക്കുന്ന ഒരു വിശ്വസ്തൻ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിഷാന്ത് സാഗറിന്റെ പ്രകാശ് എന്ന ക്യാരക്ടറും ഒരു ഇമ്മോർട്ടൽ ആക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇമ്മോർട്ടാലിറ്റി ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ പവേഴ്സും പ്രകാശിന് ഉണ്ടാവുമോ എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. മേ ബി പവേഴ്സ് ഉണ്ടായേക്കാം, അതിനെപ്പറ്റിയൊന്നും എന്തായാലും ഈ ഒരു ഫസ്റ്റ് സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യകത വന്നിട്ടില്ല. പക്ഷെ ഫ്യൂച്ചറിൽ മേ ബി പവേഴ്സ് കാണിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മൂത്തോനായിരിക്കാം ഈ പവേഴ്സ് കൊടുക്കാനുള്ള ഒരു ചാൻസും ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്താർ എന്ന ഒരു ഫീമെയിൽ ബീയിങ്ങിൽ നിന്നാണ് വൈറസ് ഉണ്ടായി. ആ വൈറസ് ഉള്ളിൽ കയറിയാണ് നീലി ഇമ്മോർട്ടൽ വാമ്പയർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു നീലിക്കുള്ളിൽ കയറിയത് വൈറസ് ആണെന്ന് തന്നെ പറയുന്നുണ്ട്. മനുഷ്യരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇഷ്താർ കളിച്ചൊരു തന്ത്രം. എന്നാൽ മൂത്തോന്റെ കേസെടുത്താൽ മൂത്തോൻ ഒരിക്കലും മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല, മനുഷ്യരുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി വന്നവരാണ്. സോ തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആയിരിക്കാം മൂത്തോൻ ഇമ്മോർട്ടാലിറ്റി പവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക. അത്തരത്തിൽ ഏറ്റവും വിശ്വസ്തനായ ഒരാൾ തന്നെ ആയിരിക്കാം നിഷാന്ത് സാഗറിന്റെ പ്രകാശ്. ആൻഡ് ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ക്യാരക്ടറിന്റെ പ്രായം ജസ്റ്റിഫൈബിൾ ആവുന്നുണ്ട്. സോ ഇമ്മോർട്ടൽ ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും പ്രായമായെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പ്രായമായ സമയത്തായിരിക്കാം ഈ ക്യാരക്ടറിന് മൂത്തോൻ പവർ കൊടുത്തിട്ടുണ്ടാവുക. അതായത് ചെറുപ്പകാലം തൊട്ടേ മൂത്തോനെ സേവിച്ച് ഒരു പ്രായമായ സമയത്താണ് മൂത്തോന് ഈ ഒരു പ്രകാശിലെ വിശ്വാസ്യത മനസ്സിലാവുന്നത്. അങ്ങനെ മൂത്തോൻ ഈ ഒരു ക്യാരക്ടറിന് ഇമ്മോർട്ടാലിറ്റിയും പവേഴ്സും ഒക്കെ കൊടുക്കുന്നു. സോ അന്നുണ്ടായിരുന്ന പ്രായത്തിൽ തന്നെ അയാൾ എല്ലാ കാലവും ജീവിച്ചു പോകും. പിന്നെ പ്രകാശ് എന്നുള്ളത് ഒഫീഷ്യൽ പേരാണെന്ന് നമുക്ക് പറയാം. ഷോട്ട് ഔട്ട് ആക്കീസ്.